ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ മുന്നേറ്റത്തിന് ശേഷം ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് 3 മാസത്തിനകം നടക്കാനിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മുന്നേറ്റം, അതായത് BJPയുടെ മടയിൽ ചെന്ന് അവരെ ശക്തമായി നേരിട്ട് അവർക്കെതിരെ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തിയത് ചില്ലറ കാര്യമായി കരുതാൻ കഴിയില്ല. 90 നിയമസഭാ സീറ്റുകളുള്ള ഹരിയാനയിൽ 5 ലോക്സഭാ സീറ്റുകളിൽ മുന്നേറ്റം നടത്തി 42ഓളം സെഗ്മെൻറ്റുകളിൽ ഒന്നാമതെത്തി. എന്നാൽ ആം ആദ്മി പാർട്ടിയെയും അതുപോലെ തന്നെ ദുഷ്യന്ത് ചൗട്ടാലയുടെ JJPയെയും ഒപ്പം നിർത്താൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ പദ്ധതി. അവർക്ക് സഖ്യത്തിൻ്റെ ഭാഗമായി എത്ര സീറ്റുകൾ നൽകും എന്ന കാര്യത്തിൽ ഏകദേശ ധാരണയുണ്ട്. ആം ആദ്മി പാർട്ടിക്കും JJPക്കുമായി മൊത്തം 15 സീറ്റുകൾ ഒഴിച്ചു വെച്ചാൽ ബാക്കി 75 സീറ്റിൽ കോൺഗ്രസ് എന്ന രീതിയിലായിരിക്കും മത്സരിക്കുക. BJP കൃത്യമായി പറയുന്നത് അവർ 90 സീറ്റുകളിലും തനിച്ച് മത്സരിക്കും എന്നതാണ്. നിലവിൽ BJP അവിടെ ഭരിക്കുന്നത് കേവല ഭൂരിപക്ഷം ഉണ്ടായിട്ടല്ല, എപ്പം വേണമെങ്കിലും താഴെ വീഴാവുന്ന ഒരു സാഹചര്യമാണ്. കാരണം JJPയുടെ പിന്തുണയില്ല. JJPയുടെ പിന്തുണയോടുകൂടിയാണ് BJP കഴിഞ്ഞ 4.5 കൊല്ലവും വലിയ തോതിൽ അവിടെ പരിക്കുകളില്ലാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ മനോഹർ ലാൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് ശേഷം JJPയുടെ അധ്യക്ഷനായിട്ടുള്ള ദുഷ്യന്ത് ചൗട്ടാല ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഒഴിഞ്ഞു. BJPയുമായിട്ടുള്ള സഖ്യം ഉപേക്ഷിക്കുന്നു എന്ന് കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. BJPയുടെ ഭരണം നെറികെട്ട ഭരണമാണെന്നും കർഷകരെ ദ്രോഹിച്ച BJPക്ക് മാപ്പില്ല എന്നും നിരവധി തവണ ദുഷ്യന്ത് ചൗട്ടാല പറഞ്ഞെങ്കിൽ പോലും BJPയുമായിട്ടുള്ള സഹകരണം എന്തിനാണ് എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ മിണ്ടാതിരുന്ന ഒരു നേതാവാണ് അദ്ദേഹം. നിലവിൽ അതിശക്തമായി തന്നെ അവിടെ കോൺഗ്രസ് വികാരം ആഞ്ഞു വീശുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഇങ്ങനെ തിരിച്ചടി ലഭിക്കണമെങ്കിൽ തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ കാര്യം കട്ട പുകയായിരിക്കും എന്നുള്ളത് വിലയിരുത്താൻ കോൺഗ്രസിന് അനായാസം കഴിയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കാണ് എല്ലാ ഫാക്ടേഴ്സും അനുകൂലം. ഹരിയാനയോട് ചേർന്നാണ് ഡൽഹിയിലെ 7 കോൺസ്റ്റിറ്റ്യുവൻസികളും ഉള്ളത്. ഡൽഹിയിലെ 7 മണ്ഡലങ്ങളും തൂത്തുവാരുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. BJPക്ക് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ഇന്നേ വരെ അധികാരത്തിൽ തിരികെ വരാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ 2015ലെയും 2020ലെയും ഡൽഹി നിയമസഭാ കണക്കുകൾ നോക്കിയാൽ അത് വളരെ വ്യക്തമാണ്. ഡൽഹി ജനതയോട് BJP കാണിക്കുന്ന ഇരട്ടത്താപ്പ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പ്രത്യേകം ഒരു സെൻസ് വേണ്ട. അവിടെ ജലദൗർലഭ്യത പരിഹരിക്കാൻ ഹരിയാന ഒരു രീതിയിലും വിട്ടുവീഴ്ച ചെയ്യാത്തത് BJPയുടെ പിടിവാശി കൊണ്ടാണ് എന്നുള്ളത് ഏവർക്കും അറിയാം. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ആം ആദ്മി പാർട്ടിയുമായുള്ള സഹകരണം നല്ല രീതിയിൽ തന്നെ ഹരിയാനയിൽ വിജയത്തിന് കാരണമാകുന്നു. ഹരിയാനയിൽ ആം ആദ്മിക്ക് കൊടുത്ത കുരുക്ഷേത്ര സീറ്റിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കെജ്രിവാളിൻ്റെ പ്രചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹരിയാനയിൽ കോൺഗ്രസ്സിന് സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കാരണമായതായി അവർ കൃത്യമായി വിലയിരുത്തുന്നു.